വാൽമീകിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വാൽമീകി കാട്ടാളനാണെന്ന് നമുക്ക് കാട്ടാളനാണോ അല്ലെങ്കിൽ വാൽമീകി ബ്രാഹ്മണനാണോ എന്നൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കാട്ടാളനായി മാറ്റുകയാണ് മനഃപൂർവ്വം വാൽമീകിയെ. അതായത് എന്താ വെച്ചാല് കാട്ടാളനായാലേ ഉള്ളൂ ആളുകളെ പിടിച്ചു പറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാട്ടാളൻ തന്നെയാണ്. എന്നിട്ട് ബ്രാഹ്മണനായ പിടിച്ചു പറിക്കില്ല. ഈ ധാരണ നമ്മുടെ മെന്റലി എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അതന്നെയാണ് ക്ഷേത്രപൂജയും കാര്യം. അപ്പൊ അവിടെയാണ് അത് തിരിച്ചറിയണം. എന്താണ് വാത്മീകി എല്ലാ ആൾക്കാരും ഇപ്പോഴും വെച്ചാൽ വാത്മീകങ്ങൾ തകരുന്നു, പുതിയൊരു മാനവൻ ഉണരുന്നു എന്ന് കൊണ്ട് ചില സംഘടനകളുടെ പാട്ടൊക്കെ ഉണ്ട്. ഇവരടക്കം പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ വാത്മീകി പറഞ്ഞാൽ കാട്ടാളനാണ് അല്ലെങ്കിൽ ആദിവാസിയാണെന്ന് പറയാണ്. അല്ല, വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന അഗ്നിശർമ്മൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണനാണ് ഈ വാത്മീകി എന്ന് പറയുന്ന ആള്. അയാള് കാട്ട് കയറിയിട്ട് ഉപജീവനത്തിന് വേണ്ടി പിടിച്ചുപറിയും കൊള്ളയും കുത്തിവെപ്പും നടത്തിയ ആളാണ്, വെട്ടും കൊലയും നടത്തിയ ആളാണ്. അപ്പൊ എന്താണ്, അല്ല അത് അങ്ങനെ ബ്രാഹ്മണൻ അത് ചെയ്തു പറഞ്ഞത് ആൾക്കാർക്ക് സെറ്റ് ആവില്ല. അപ്പൊ എന്താണ്, ഒരു ആദിവാസിയോ അല്ലെങ്കിൽ കാട്ടിൽ ജനിച്ച ഒരാളോ ഇത് ചെയ്തു. ഇതേ മൈൻഡ് സെറ്റ് പൂജ ചെയ്യണമെങ്കിൽ അയാൾ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണ മതം സ്വീകരിക്കണം. കറക്റ്റ് അനുഭവം പറഞ്ഞത് വളരെ കറക്റ്റ്.